നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7 ഹമാസ് ഭീകരത വെളിപ്പെടുത്തുന്ന ഡോക്യുമെന്ററിയുമായി BBC. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ 1 വർഷം തികയുന്നതിന്റെ ഭാഗമായി ഈ മാസം അവസാനം നോവ മ്യൂസിക് ഫെസ്റ്റിവൽ കൂട്ടക്കലയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി BBC സംപ്രേഷണം ചെയ്യും. 90 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം സർവൈവിംഗ് ഒക്ടോബർ 7 വി വിൽ ഡാൻസ് അഗെയിൻ എന്ന പേരിലാണ് പുറത്തിറങ്ങുന്നത്. BBC 2-ലും iPlayerലും സെപ്റ്റംബർ 26 ഈ ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്യും. കൂടാതെ അമേരിക്കയിലെ പാരാമൗണ്ട് പ്ലസ്, ഇസ്രായേലിലെ ഹോട്ട് ചാനൽ 8, ഓസ്ട്രേലിയയിലെ 9 നെറ്റ്വർക്ക് എന്നിവയിലും ലോകമെമ്പാടും സംപ്രേഷണം ചെയ്യപ്പെടും. ജീവിതം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങളും സംഘാടകരും നിറഞ്ഞ ഒരു സംഗീതോത്സവം എങ്ങനെയെന്ന് കാണിക്കുന്ന യഥാർത്ഥ വീഡിയോകളും പിന്നീട് അവർക്ക് നേരെ ക്രൂരമായ ആക്രമണങ്ങളും ദൃശ്യങ്ങളായി ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെയുള്ള ആക്രമണത്തെക്കുറിച്ചുള്ള ഭയാനകമായ കാഴ്ച നൽകുന്ന ശക്തമായ സിനിമ എന്നാണ് BBC സ്റ്റോറിവില്ലെ ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത്. സംഗീതവും ഒരു കൂട്ടക്കൊലയായി മാറുന്നു എന്ന് ചിത്രം പറയുന്നു. CCTV, GoPro, ഡാഷ് ക്യാം, മൊബൈൽ ഫോൺ ഫുട്ടേജുകൾ എന്നിവ സംയോജിപ്പിച്ച് സംഘാടകർ വിളിച്ച അടിയന്തര ഫോൺ കോളുകളുടെ റെക്കോർഡിങ്ങുകളും അതിജീവിച്ചവരിൽ നിന്നുള്ള സാക്ഷ്യങ്ങളും സംയോജിപ്പിച്ചാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയിരിക്കുന്നത്. സംഗീതരാവിൻ്റെ ഉത്സവാന്തരീക്ഷത്തിൽ നിന്ന് ഹമാസിൻ്റെ കൂട്ടക്കുരുതിയുടെ മനസ്സു മരവിച്ച അവസ്ഥയിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു എന്നതിൻ്റെ നേർസാക്ഷ്യമാകും ഡോക്യുമെന്ററി. ഹമാസിൻ്റെ ഭീകരർ എത്തി കണ്ണിൽപ്പെടുന്നവരെ വെട്ടിക്കൊല്ലുന്നതും വെടിവെച്ച് കൊല്ലുന്നതുമെല്ലാം എങ്ങനെയെന്ന് കാണിക്കുന്നു ഈ ഡോക്യുമെന്ററിയിലൂടെ. ഒക്ടോബർ 7 വാർഷികവും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധവും അടയാളപ്പെടുത്തുന്ന ഒരു കൂട്ടം പരിപാടികളുടെ ഭാഗമാണ് ഈ ഡോക്യുമെന്ററി. മറ്റു പ്രോഗ്രാമുകളിൽ BBC സ്റ്റോറിവില്ലെ ഡോക്യുമെന്ററി, ലൈഫ് ആൻഡ് ഡെത്ത് ഇൻ ഗാസ, BBC നിർമ്മിച്ചത് തുടങ്ങിയവയാണ് ഉള്ളത്. ഒക്ടോബർ 15 ഇവയിൽ ചിലത് പ്രദർശിപ്പിച്ചിരുന്നു. കൂടാതെ ഒക്ടോബർ 7 BBC 1 പനോരമ പ്രത്യേക പരിപാടിയും ഉൾപ്പെടുത്തിയിരുന്നു. ദി ഡെവിൾസ് കൺഫെക്ഷൻ, ദി ലോസ്റ്റ് എച്ച്മാൻ തുടങ്ങിയ സീരീസുകൾക്ക് പേരുകെട്ട ചിത്രത്തിൻ്റെ സംവിധായകൻ യാരിസ് മേസർ പറയുന്നു, ഒരു ഡോക്യുമെന്ററി ഫിലിം മേക്കർ എന്ന നിലയിൽ ഈ കൊലപാതകത്തെ അതിജീവിച്ചവരുടെ വിവരണങ്ങളും ഭയാനകമായ കഥകളും ലോകത്തിനു മുന്നിൽ കൊണ്ടുവരുന്നത് തൻ്റെ കടമയായി കാണുന്നു. ഇപ്പോൾ ഞങ്ങൾക്കൊപ്പമില്ലാത്ത ഗാസയിൽ ഇപ്പോഴും ഹമാസിൻ്റെ തടവറയിൽ കഴിയുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഈ ഡോക്യുമെന്ററി ഞങ്ങൾ സമർപ്പിക്കുന്നത്.